അല്പസമയം മുൻപാണ് ഇവിടെ ഉമാ തോമസിന്റെ മകൻ ഉമാ തോമസിനെ അകത്ത് കയറി കണ്ടത്. കണ്ട സമയത്ത് കണ്ണു തുറന്നു എന്നും കൈകാലുകൾ അനക്കിയെന്നുമാണ് പറയുന്നത്. അത് എത്രത്തോളം ഈ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടായി എന്ന കാര്യത്തിൽ കൂടുതൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒരു വിവരം വരേണ്ടത്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് അത്. ഏറ്റവും പ്രാർത്ഥനയോടെ തന്നെ ആളുകൾ കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് വേണം പറയാൻ. കാരണം 2 ദിവസമായി, കഴിഞ്ഞ ദിവസമല്ല അതിന്റെ മിനിഞ്ഞാന്നാണ് രാത്രിയാണ് ഈ അപകടമുണ്ടായത്. ആ സമയം തൊട്ട് ഈ ഒരു സമയം വരെ അബോധാവസ്ഥയിലായിരുന്നു MLA ഉണ്ടായിരുന്നത്. തലയ്ക്ക് പരിക്കേറ്റതും ഒപ്പം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും സമയം ഇവിടെ ചികിത്സ തുടർന്നിരുന്നത്. അതിനിടയിലാണ് ഇന്ന് രാവിലെ കണ്ടപ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 10 മണിക്കാണ് ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ വരിക. ആ സമയത്ത് തന്നെ ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. എത്രത്തോളം പുരോഗതി ഉണ്ടായി എന്നാണ് അറിയേണ്ടത്. ഇന്നലെ തന്നെ ഡോക്ടർമാർ സംസാരിച്ചപ്പോൾ തിരിച്ചു വരുന്നുണ്ട് MLA, മാറ്റം കാണുന്നുണ്ട്, തലയിലേറ്റ പരിക്കുകൾ ഭേദമാവുന്നുണ്ട്, അതിനൊപ്പം തന്നെ ശ്വാസകോശത്തിലും ചെറിയൊരു രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. അവിടെ മാത്രമാണ് ഡോക്ടർമാർക്കൊരു വലിയ ആശങ്കയുണ്ടായിരുന്നത്. അതിലും പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി അതിന്റെ ഒരു ഔദ്യോഗികമായിട്ട് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം പുരോഗതി വന്നു എന്ന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ സമയം ഈ രാവിലെ പറയാൻ കഴിയുന്ന ഒരു ശുഭവാർത്ത എന്നത് MLA കണ്ണു തുറന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം VD സതീശനൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് തിരിച്ചു വരും, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിൽ തന്നെയാണ്. എല്ലാവരുടെ മനസ്സിലും ഒരു പ്രതീക്ഷയും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കാം MLA ഇപ്പോ കണ്ണു തുറന്നിട്ടുണ്ട്. മകനും ബന്ധുക്കളും ഒക്കെ അകത്ത് ഉണ്ട്, ആശുപത്രിക്കകത്ത്. അവരൊക്കെ കാത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഡോക്ടർമാർ വന്ന് രാവിലെ ഒരു പരിശോധനയുണ്ട്, സ്കാനിങ് അടക്കമുള്ള നടപടികൾ. ഇന്നലെയും ഇതേ സമയത്ത് CT സ്കാനിങ് നടത്തിയാണ് എത്ര ഇത് പുരോഗതിയുണ്ട്, ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ സംസാരിച്ചത്. ഇന്നലെ സ്കാനിങ്ങിലൂടെയാണ് ഡോക്ടറുടെ തലയ്ക്കുള്ളിലുള്ള പരിക്കിന്റെ സ്ഥിതിയെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞത്. ഇന്നലെയും വെന്റിലേറ്ററിന്റെ സഹായം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വരെയും വെന്റിലേറ്ററിന്റെ സഹായം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് നമ്മൾ കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു വിവരം വന്നത്. ഇത് ഒരു പോസിറ്റീവ് ന്യൂസ് ആണെന്ന് തന്നെ വേണം പറയാൻ ഉമാ തോമസിന്റെ കാര്യത്തിൽ. ഇനിയിപ്പോൾ ചികിത്സ നടക്കുന്നുണ്ട്. ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആശുപത്രിയിൽ തന്നെ തുടരുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ തന്നെയുണ്ട്. അവര് ഇനിയുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകളാണ് നടത്തുന്നത്. ഡോക്ടർമാർ പറഞ്ഞത് ഇതുവരെ ഒരു സർജറിയിലേക്കൊന്നും കാര്യങ്ങൾ കടന്നിട്ടില്ല. പരിക്കുകൾ മാറ്റാനുള്ള ചികിത്സ നടന്നു. മുഖത്തുള്ള പരിക്കുകൾ, പുരികത്തിനോട് ചേർന്ന് വന്ന പരിക്കുകളൊക്കെ മാറ്റാനുള്ള ചികിത്സ ഏകദേശം അത് പൂർത്തിയായിട്ടുണ്ട്. മുഖത്ത് വന്ന നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന പരിക്കുകൾ മാറ്റേണ്ടതും ആയിട്ടുള്ള ചികിത്സ കാണുന്നുണ്ട്. ഇനി അകത്തുള്ള ട്രീറ്റ്മെന്റ്, ശരീരത്തിന് അകത്തുള്ള ട്രീറ്റ്മെന്റിലേക്ക്, അതൊരു സർജറി എന്ന പ്രൊസീജിയറിലേക്കൊന്നും കടന്നിട്ടില്ല എങ്കിലും ആ ചികിത്സയിലേക്ക് പതിയെ കടക്കേണ്ട ഒരു ഘട്ടമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അതാണ് ഡോക്ടർമാർ പറഞ്ഞത്. എടുത്തു ചാടിയുള്ള ഒരു സർജറിയോ മറ്റുമല്ല, പതിയെ ഉമാ തോമസിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ദൗത്യമാണ് ഡോക്ടർമാർക്ക് മുന്നിലുള്ളത്. ആ ദൗത്യത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അത് ഈ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഡോക്ടർമാർ ഒരുമിച്ച് ഉള്ള ആണ്. കാർഡിയോയുടെ ഡോക്ടർമാരുണ്ട്, ന്യൂറോ സർജൻ ഉണ്ട്, മറ്റ് ഓർത്തോ ഡോക്ടർമാർ, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർമാർ ഒരുമിച്ച് നിന്ന് ഉള്ള ഓരോ ഘട്ടത്തിലും ഓരോ മണിക്കൂറിലും ഡോക്ടർമാർ നേരിട്ടുള്ള നിരീക്ഷണവും തന്നെയുണ്ട്. അപ്പോൾ ഇനിയുള്ള ചികിത്സ എങ്ങനെയാണ് എന്ന കാര്യം ഔദ്യോഗികമായി ഡോക്ടർമാർ പറയേണ്ടതുണ്ട്. പക്ഷേ ഈ നിമിഷം പറയാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് പ്രേക്ഷകർ അതിൽ വല്ലാത്ത ആശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. സുനിത നാരായൺ പറയുന്നു, എക്സലന്റ് ന്യൂസ് ടുഡേ അബൌട്ട് ഹെൽത്ത് ഓഫ് ഉമാ തോമസ്. മാം, ഷീ ഈസ് വെരി സ്ട്രോങ് പേഴ്സൺ, ഷീ ഷുഡ് ബി വെരി ഫൈൻ സൂൺ, പ്രേയിങ് ഫോർ ദ സ്പീഡി റിക്കവറി എന്ന് ടുട്ടു നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഡോക്ടർമാർ യോഗം ചേരും. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷമായിരിക്കും നമുക്കൊരു രേഖാമൂലമുള്ള ഒരു അപ്ഡേറ്റ് വരിക. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു, പക്ഷേ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. കണ്ണിലും പുരുകത്തിലും കണ്ണിൻ്റെ പോളയിലും നെറുകയിലും ഒക്കെയുള്ള മുറിവുകൾക്ക് തൽക്കാലം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. മൂക്കിൻ്റെ എല്ലൊടിഞ്ഞിട്ടുണ്ട്, തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴുത്തിന് താഴെ നട്ടലിലൊടിവുണ്ട്, പക്ഷേ അത് തെന്നി മാറാത്തതുകൊണ്ട് അല്പം എങ്കിലും സമാധാനമുണ്ട്, പതുക്കെ ചികിത്സിച്ചാൽ മതി. പക്ഷേ ഈ ശ്വാസകോശത്തിലേക്ക് വാരിയിൽ ഒടിഞ്ഞു കയറി ഉണ്ടായ ക്ഷതവും ശ്വസിച്ചപ്പോൾ അതിൽ വന്ന് രക്തം കെട്ടിയതും അത് രക്തം നീക്കം ചെയ്തതും, അപ്പോൾ ശ്വാസകോശത്തിലൊരു അണുബാധ ഉണ്ടാകാതെ ആൻറ്റിബയോട്ടിക്കുകളുടെ സഹായത്തോടെ അതിൽ ഒരു ആശ്വാസം കണ്ടെത്തിയാൽ ഉമാ തോമസിനെ കുറച്ച് നീണ്ട ചികിത്സ വേണമെങ്കിൽ പോലും മെല്ലെ ജീവിതത്തിലേക്ക് ആരോഗ്യവതിയായി തിരിച്ചു വരാം. അതല്ലേ ഏറ്റവും അവസാനം നമുക്ക് ഇന്നലെ കിട്ടിയ അപ്ഡേറ്റ്. അതാണ് PG, കറക്റ്റ്. അങ്ങനെയാണ് ഇന്നലെ ഡോക്ടർമാർ പറഞ്ഞത്. കാരണം ഇന്നലെ രാവിലെ ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും വൈകുന്നേരം ഡോക്ടർമാരുമായും ഒക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇവർക്ക് ആശങ്കയും വെല്ലുവിളിയും ഒക്കെ ഉണ്ടായിരുന്നത് ശ്വാസകോശത്തിലുള്ള
ഈ ഇതാണ്. കാരണം അവിടെയാണ് പരിക്ക് ഭേദമായില്ല എങ്കിൽ അണുബാധയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നത്. പക്ഷേ അവിടെ പോസിറ്റീവായ ഒരു റെസ്പോൺസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം ഇവിടെ ഇതിനു വേണ്ട വന്നിരിക്കുന്ന ഈ ശ്വാസകോശ രോഗ വിദഗ്ധനടക്കമുള്ള ഡോക്ടർമാർ പറയുന്നത് കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അത് ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് രാവിലെ നടത്തുന്ന സ്കാനിംഗ് അടക്കമുള്ള